ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല പച്ച മാങ്ങിയിട്ടിട്ടുള്ള ഉണക്കച്ചെമ്മീൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചൂട് ചോറിനൊപ്പം ഇതുപോലൊരു ഉണക്കച്ചെമ്മീൻ കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടമാകുന്ന ഒരു കറിയാണിത്. തനി നാടൻ രുചിയിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് ഈ ഒരു ഉണക്കച്ചെമ്മീൻ കറി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കെങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഈ ഒരു മീൻ കറി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് ക്രിസ്പാവുന്നത് വരെ നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല, നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ചൂടോടുകൂടി തന്നെ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കളയാനായിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത്. അരിപ്പയിലിട്ടിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഷാർപ്പായിട്ടുള്ള ആ തലയും വാലൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ചെയ്ത ശേഷം ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം അങ്ങ് പൊടിഞ്ഞ് പോയിക്കോളും. അപ്പോൾ അതിൻ്റെ മിഡിൽ പാർട്ട് മാത്രം നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതതിൻ്റെ വേസ്റ്റാണ്. ഇത് നമുക്ക് കളയാം. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്കിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയിട്ട് തേങ്ങാപ്പാൽ എടുക്കുകയാണ്. ഇനി അതല്ല, തേങ്ങാപ്പാൽ എടുക്കാതെ തേങ്ങ നന്നായിട്ട് അരച്ചത് ചേർത്തിട്ടും നമുക്ക് ഈ ഒരു ഉണക്കച്ചെമ്മീൻ പച്ചമാങ്ങാക്കറി തയ്യാറാക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ എത്രയാണ് ആവശ്യം അത്രയും വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒത്തിരി ലൂസായി പോകണ്ട, കുറച്ച് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാനിത് ക്രഷ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് മീൻ കറി ഉണ്ടാക്കി തുടങ്ങാം. മൺചട്ടിയിലാണ് ഞാനിവിടെ ഈ ഒരു കറി തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഒരു വലിയ മാങ്ങ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമാങ്ങ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പച്ചമാങ്ങ ചേർത്തിട്ട് കറി ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 4 or 5 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടല്ലോ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ തേങ്ങാപ്പാൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ഇതിലേക്ക് പച്ചമുളക് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കറി തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് നേരത്തേക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു നുള്ള് ജീരകം, നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ക്യുമിൻ സീഡ്സ്, അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. കൈകൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. മീൻ കറിയിൽ ഇതുപോലെ ജീരകം ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഇതിലോട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഉണക്കച്ചെമ്മീനിൽ ഓൾറെഡി ഉപ്പുണ്ടാകും. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം. ഉപ്പ് അധികമായി പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല രുചികരമായിട്ടുള്ള ഒരു കറിയാണിത്. നല്ല പാകത്തിന് എരിവും പുളിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി കൂട്ടിയിട്ട് ചോറുണ്ണാനായിട്ട്. കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. ഇവിടെ എൻ്റെ മക്കൾക്ക് 2 പേർക്കും ഈ ഒരു കറി കൂട്ടിയിട്ട് ചോറ് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഉണക്കച്ചെമ്മീൻ പച്ചമാങ്ങ ചേർക്കാതെ തേങ്ങ അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു കറിയാണിത്. അതും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം.
അടുപ്പിൽ നിന്ന് അപ്പം തന്നെ ഇറക്കി വെക്കണം, ഇല്ലെങ്കിൽ അടുപ്പിൽ ആ ചൂട് കൊണ്ടിട്ട് ഇതൊന്നുകൂടി അങ്ങ് കുറുകിപ്പോകും. ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ട് ഇവിടെ മാറ്റി വെക്കാം. ചൂട് പോയതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു കറി. ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും ചൂട് ചെറുതായിട്ട് പോയതിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലത്. കറി ഉണ്ടാക്കിയതിന് ശേഷം അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. സാധാരണ നമ്മൾ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് ചമ്മന്തിയൊക്കെ തയ്യാറാക്കാറാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കൂ, നല്ല രുചിയാണ്. തേങ്ങാപ്പാലിന് പകരം തേങ്ങ അരച്ചത് ചേർത്തിട്ട് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്ന ആ സമയത്ത് തന്നെ തേങ്ങ അരച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.